പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ 4 ബ്ലോക്കുകളായിട്ട് ക്ലാസിഫൈ ചെയ്തതിനെ കുറിച്ച് കുഞ്ഞുമക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു അറ്റോമിക് നമ്പർ തന്നാൽ, ഒരു എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ എലമെൻറ്റ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡിലാണ്, ഏത് ഗ്രൂപ്പിലാണ്, ഏത് ബ്ലോക്കിലാണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്, ഗ്രൂപ്പ്, പീരീഡ് ആൻഡ് ബ്ലോക്ക്. ഓക്കെ, ഗ്രൂപ്പ്, പീരീഡ് ആൻഡ് ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് ഒരുപാട് ട്രിക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ അത് ചെയ്യാം, അതാണ് ഞാൻ പറയുന്നത് കുഞ്ഞുമക്കളെ. അപ്പൊ നിങ്ങൾക്ക് ആ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ കുഞ്ഞുമക്കളെ, നിങ്ങൾ ആദ്യം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓക്കെ, സബ്ഷൽ വൈസ്, ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ ഈ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെൽ ഏതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ബ്ലോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് വാലൻസ് ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ, അതായത് വാലൻസ് ഷെല്ലിന് നമ്മൾ N എന്നാ പറയാം, nth ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതേസമയം nth ഷെല്ലിലെ പി സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, ഇനി n-1th ഷെല്ലിലെ, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, അതേസമയം ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലെ, അതായത് n-2th ഷെല്ലിലെ എഫ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇങ്ങനെയാണ് ബ്ലോക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, nth ഷെല്ലിലെ എസ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് എസ് ബ്ലോക്ക്, nth ഷെല്ലിലെ പി സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് പി ബ്ലോക്ക്, n-1th ഷെല്ലിലെ ഡി സബ്ഷെല്ലിലേക്കാണെങ്കിൽ ഡി ബ്ലോക്ക്, n-2th ഷെല്ലിലെ എഫ് സബ്ഷെല്ലിലേക്കാണെങ്കിൽ അത് എഫ് ബ്ലോക്ക്. ഓക്കെ, കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെ ബ്ലോക്ക് കണ്ടെത്തി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പീരീഡ് കണ്ടെത്തുന്നത്. ഓക്കെ, സോ ഓർമ്മിക്കുക, ടു ഫൈൻഡ് ബ്ലോക്ക് എന്താ ചെയ്യേണ്ടത്, ഡിറ്റർമിൻ the subshell in which the last electron enter. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന സബ്ഷെല്ല് നോക്കിയിട്ട് നമുക്ക് ബ്ലോക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇനി എങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുന്നത്? ടു ഫൈൻഡ് പീരീഡ് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിലെ മാക്സിമം വാല്യൂ ഓഫ് n, 1s2 2s2 3s അങ്ങനെ എഴുതുന്ന സമയത്ത് 1s2 2s2 2p6 ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈ മുമ്പ് എഴുതുന്നതാണ് n. ഓക്കെ, ആ n-ന്റെ മാക്സിമം വാല്യൂ അതാണ് ലാസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് n. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ n-ന്റെ മാക്സിമം വാല്യൂ 2 ആണ്. ഓക്കെ, ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് n. ഓക്കെ, വിച്ച് ആക്ച്വലി n എന്താണ്? n പ്രിൻസിപ്പൽ കോമൺ നമ്പർ ആണ്. ഓക്കെ, അപ്പോ പീരീഡ് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, അതിലെ n-ന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തുക. മാക്സിമം വാല്യൂ 2 ആണെങ്കിൽ ഇത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, 3 ആണെങ്കിൽ തേർഡ് ഗ്രൂപ്പ് അല്ല, സെക്കൻഡ് പീരീഡ് എലമെന്റ് ആണ്, 3 ആണെങ്കിൽ തേർഡ് പീരീഡ് എലമെന്റ് ആണ്, 4 ആണെങ്കിൽ ഫോർത്ത് പീരീഡ് എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ പീരീഡ് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടല്ല. അപ്പൊ ബ്ലോക്ക് കണ്ടെത്തണമെങ്കിലും പീരീഡ് കണ്ടെത്തണമെങ്കിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പീരീഡ് കണ്ടുപിടിച്ചു, ബ്ലോക്കും കണ്ടെത്തി. അങ്ങനെയാണ് എങ്കിൽ ഇനി എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താം? ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് കണ്ടെത്താൻ 2-3 കാര്യങ്ങൾ കുഞ്ഞുമക്കൾ ഓർമ്മിച്ച് വെക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ബോർഡിൽ മാഷിപ്പ് എഴുതുന്ന സംഗതി മാത്രം ഓർമ്മിച്ചാൽ പിന്നെ ഒന്നും ബുദ്ധിമുട്ടേ അല്ല.
to find the group number. Okay, ഇപ്പോൾ ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ ആദ്യം ബ്ലോക്ക് കണ്ടെത്തണം. ഓക്കെ, അത് എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ കുഞ്ഞുമക്കൾ നോക്കണേ, എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് in NSA. അവസാനത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത് എസ് സബ് ഷെല്ലിലേക്കാണെങ്കിൽ അതാണല്ലോ എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ ആ അവസാനത്തെ ഷെല്ലിലെ, അതായത് nth ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കിയാൽ എസ് ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കിട്ടി. ഓക്കെ, ഇനി അത് പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ, ബ്ലോക്ക് കണ്ടെത്തിയപ്പോൾ നിങ്ങൾക്ക് അത് പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് in NS. അവസാനത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണ് പ്ലസ് അതേ അവസാനത്തെ ഷെല്ലിലെ പി സബ് ഷെല്ലിലെ ഇലക്ട്രോണ് പ്ലസ് 10. ഇതാണ് ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, ഇനി അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണം, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആണ്. ഡി ബ്ലോക്ക് എലമെന്റ് ആണ് എങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാവോ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ NS പ്ലസ് n-1d. അവസാനത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണ് പ്ലസ് അതിന്റെ തൊട്ട് മുമ്പത്തെ ഷെല്ലിലെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണ്. ഓക്കെ, അപ്പൊ അതും ഈസിയാണ്. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്, എഫ് ബ്ലോക്ക് എന്ന് മനസ്സിലായ പിന്നെ ഒന്നുമില്ല. ഗ്രൂപ്പ് എപ്പോഴും 3 ആയിരിക്കും. അറിയാം എന്താ? ഞാൻ മാഷ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറ്റുണ്ട്. ഇതാണ് നമ്മുടെ പീരിയഡ് ടേബിള്. ഇതിൽ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഇത്. 57ാമത്തെ ലാൻഡരം കഴിഞ്ഞിട്ടുള്ള എലമെന്റുകളാണ് ഇത്. ഓക്കെ, 14 എലമെന്റുകൾ. ആക്ച്വലി അതെല്ലാം ഈ ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണ്, മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണ്. അതേപോലെ തൊട്ട് താഴെയുള്ള ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെന്റുകൾ അതും അതേ ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാനത്തെ എന്നിന്റെ മാക്സിമം വാല്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് പീരീഡ് കണ്ടെത്താം. ഓക്കെ, അപ്പൊ അത് മിക്കവാറും എഫ് ബ്ലോക്ക് എലമെന്റില് കേൾക്കണേ, എഫ് ബ്ലോക്ക് എലമെന്റില് പീരീഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. പീരീഡ് 6 or 7. ഓക്കെ, അതിനേക്കാളും ചെറുത് വരില്ല. എഫ് ബ്ലോക്ക് എലമെന്റ് തുടങ്ങുന്നത് തന്നെ എന്താ പറയാ, ഇത് 6ാമത്തെ പീരീഡ് 7ാമത്തെ പീരീഡ്, അതിന്റെ മുകളിലില്ല. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എപ്പോഴും 3 ആണ്. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സംഗതി, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് 2-3 പ്രോബ്ലംസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് വെച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കുഞ്ഞോളെ. ഒന്നാമത്തേത് ദി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ഈസ് ഗിവൺ. ക്വസ്റ്റ്യൻ, why did the period and group of the element? അത് നിങ്ങൾ നോക്ക്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഏത് സബ്ഷെല്ലിലേക്കാ? എസ് സബ് ഷെല്ലിലേക്ക്. സോ ദിസ് ഈസ് ആൻ എസ് ബ്ലോക്ക് എലമെന്റ് അല്ലെ? നിങ്ങളോട് പീരീഡ് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. പീരീഡ് നിസംഷൻ നിങ്ങൾക്ക് എഴുതാം. പീരീഡ് ഈസ് ആക്ച്വലി ദി മാക്സിമം നമ്പർ ഓഫ് n. n ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. സോ മാക്സിമം നമ്പർ ഓഫ് n ഈസ് 4. സോ പീരീഡ് ഈസ് 4. ഗ്രൂപ്പ് ഇത് എസ് ബ്ലോക്ക് എലമെന്റ് ആണല്ലോ. എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ NSലെ ഇലക്ട്രോണുകളുടെ എണ്ണം അത് 1 ആണ്. സോ ഗ്രൂപ്പ് ഈസ് 1. സിമ്പിൾ. അടുത്തത് ലാസ്റ്റ് 8 ഇലക്ട്രോൺ ഓഫ് ആൻ എലമെന്റ് X enter into 4D subshell. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം എഴുതണം. അതെന്ത് ചെയ്താൽ മതി? 1s 2s അങ്ങനെ ഫിൽ ചെയ്തുകൊണ്ട് പോവുക. അവസാനത്തെ 8 4D കൊണ്ടുവരാം. അപ്പൊ 4D വരെ നിങ്ങൾ ചെയ്യണം.
അപ്പൊ എങ്ങനെയാ 1s കഴിഞ്ഞാൽ 2s അത് ഫില്ലായി, അത് കഴിഞ്ഞാൽ 2p അത് ഫില്ലായി, അത് കഴിഞ്ഞാൽ 3s അത് ഫില്ലായി, അത് കഴിഞ്ഞാൽ 3p അത് ഫില്ലായി, അത് കഴിഞ്ഞാൽ 4s അത് ഫില്ലായി, അത് കഴിഞ്ഞാൽ 3d അതും ഫില്ലായി. ഓക്കെ, 3d കഴിഞ്ഞ ശേഷം 5s 4p അത് കഴിഞ്ഞ ശേഷം ഏതാണ് 4d. ഓക്കെ, 4dയിലേക്ക് 8 ഇലക്ട്രോൺസ് വരാം. അപ്പോ പ്രിൻസിപ്പൽ പ്രകാരം നമ്മൾ ഫില്ല് ചെയ്തു. 1s 2s 2p6 3s2 3p6 4s2 3d10 4p6 5s2 4d8. ഓക്കെ, അപ്പൊ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4ലുള്ളതെല്ലാം ഒന്ന് ഒരുമിച്ച് എഴുതുക അല്ലെ. 4d8 5s2 4f ഉണ്ട് കേട്ടോ, അതിലേക്ക് ഇലക്ട്രോൺസ് ആയിട്ടില്ല. അപ്പൊ ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞ ശേഷം ഇനി നിങ്ങൾക്ക് പറയാം അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത് ഡി സബ്ഷെല്ലിലേക്കാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഏതാണ് ബ്ലോക്ക് ഏതാണ്? സോ ഡി ബ്ലോക്ക് ഏതാണ്? അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പീരീഡ് ഇപ്പൊ ഏത് ബ്ലോക്ക് ആണെങ്കിൽ പീരീഡ് എന്താണ്? പീരീഡ് കണ്ടുപിടിക്കുന്നത് ഏതാണ്? മാക്സിമം വാല്യൂ ഓഫ് m which is 5. സോ പീരീഡ് is 5. ഇനി ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ns ലെ ഇലക്ട്രോണുകളുടെ എണ്ണം പ്ലസ് n-1 ലെ ഡി ഇലക്ട്രോണുകളുടെ എണ്ണം. സോ 10. ഓക്കെ, അപ്പൊ ഇത്രയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് 3 കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്, 3 എലമെന്റുകളുടെ കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ അസൈൻ ചെയ്യണം. പൊസിഷൻ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രൂപ്പും പീരീഡും പറയണമെന്നാണ്, വേറൊന്നുമല്ല. പീരിയോഡിക് ടേബിളിൽ അതിന്റെ പീരീഡും അതേപോലെ ഗ്രൂപ്പും നിങ്ങൾ അസൈൻ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ns2 np4 4n = 3. അപ്പൊ നിങ്ങൾ നോക്കുക, അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലിലേക്കാണ്. സോ വിച്ച് ഈസ് ദി പി ബ്ലോക്ക് എലമെന്റ് ആണത്. ആ പീരീഡ് എന്ന് പറഞ്ഞാൽ n-ന്റെ മാക്സിമം വാല്യൂ 3. പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് വിളിക്കുക? ദിസ് ഇലക്ട്രോൺ പ്ലസ് ദിസ് ഇലക്ട്രോൺ 2 + 4 which is 6. ഓക്കെ അല്ലേ? Then next 2 + 4 + 10 2 + 4 + 10 which is 16. പി ബ്ലോക്ക് എലമെന്റ് ആകുമ്പോൾ 2 + ns + np + 10 ഉണ്ട്. ഓക്കെ, 16. ഇനി രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തത് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് n3 ആണ്. n3 വരുമല്ലോ അവിടെ. n is for n = 4. ഓക്കെ, n = 4. അപ്പൊ 4s2 3d2 3d സീരീസ് ആണ്. അപ്പൊ 3dയിലേക്കാണ് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് ആണത്. ബ്ലോക്ക് ചോദിച്ചിട്ടുള്ളത് ഡി ബ്ലോക്ക് ആണ്. പീരീഡ് ഏതാണ്? 4 അല്ലെ, n-ന്റെ മാക്സിമം വാല്യൂ. ഗ്രൂപ്പ് എന്താണ്? ദിസ് ഇലക്ട്രോൺ പ്ലസ് ദിസ് ഇലക്ട്രോൺ 2 + 2 which is 4. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഏതാണ്? ഇവിടെ ഇലക്ട്രോണ് അവസാനത്തെ ഷെല്ലിന്റെ മുമ്പത്തെ ഷെല്ലിലെ ആന്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫ് സബ് ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ബ്ലോക്ക് എഫ് ബ്ലോക്ക് n-ന്റെ മാക്സിമം വാല്യൂ 6. സോ പീരീഡ് 6. ഗ്രൂപ്പ് എന്തായാലും എഫ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് 3 ആണ്. ഓക്കെ, ഇനി 2 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ 2 പ്രോബ്ലംസ്. Elements A, B, C, D, E have the following electronic configuration. 5 എലമെന്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പറയപ്പെട്ട 5 എലമെന്റുകളിൽ ഏതൊക്കെയാണ് ഒരേ ഗ്രൂപ്പിൽപ്പെട്ടത്? അതിന് നമുക്ക് എല്ലാത്തിൻ്റെയും ഗ്രൂപ്പുകൾ ആദ്യം കണ്ടെത്താം. എലമെന്റ് ഗ്രൂപ്പ്. ഓക്കെ, എന്ന എലമെന്റ് നിങ്ങൾ നോക്ക് കുഞ്ഞുമക്കളെ, അത് പി ബ്ലോക്ക് എലമെന്റ് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഏതാണ്? 2 പ്ലസ് 1 പ്ലസ് 10 13ാമത്തെ ഗ്രൂപ്പാണ്. ഇനി ബിയോ നോക്കുക. ബിയില് അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത് പിയിലേക്കാണ്. പി ബ്ലോക്ക് എലമെന്റ് ആണ്. 2 പ്ലസ് 2 പ്ലസ് 10 14 അല്ലേ? ഇനി സി എലമെന്റ് സി അവസാനത്തെ ഇലക്ട്രോൺ എസിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്ക് ആണ്. ഗ്രൂപ്പ് ഏതാണ്? E1 ആണ്. ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇനി ഡി എന്താ കുഞ്ഞു മക്കളെ? 4s കഴിഞ്ഞിട്ട് 3Dയിലേക്കാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. 5 പ്ലസ് 1 6th ഗ്രൂപ്പാണ്. ഇനി ഈ പി ബ്ലോക്ക് എലമെന്റ് തന്നെയാണ് അല്ലെ? അവസാനത്തെ ഇലക്ട്രോൺ പിയിലേക്കാണ് എൻ്റർ ചെയ്തത്. സോ 2 പ്ലസ് 1 പ്ലസ് 10 which is 13. ഓക്കെ, അപ്പൊ ഒരേ ഗ്രൂപ്പ് വരുന്നത് എയും ഇയുമാണ്. സോ എ ആൻഡ് ഇ ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് കുഞ്ഞുമക്കൾ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു എലമെന്റിന്റെ അവസാനത്തെ 6 ഇലക്ട്രോൺ എൻ്റർ ചെയ്തിട്ടുള്ളത് 3D സബ്ഷനിലേക്കാണ്. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ടത് ഒന്നാമത്തത് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നോക്കാം നമുക്ക്. എന്ത് ഈസിയാണ്. 3D വരെ ഒന്ന് പോയാൽ മതി അല്ലെ? 1s2, അത് കഴിഞ്ഞാൽ 2s2, 2p6, 2p കംപ്ലീറ്റ് ആയി. 3s2, 3p6 കംപ്ലീറ്റ് ആയാൽ 4s2. പിന്നെ 3D ആണ്. 3Dയിലേക്ക് എൻ്റർ ചെയ്തത് എത്ര ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞത്? 6 ഇലക്ട്രോൺസ്. സോ ദിസ് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. സിമ്പിൾ ആണ്. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ടല്ലോ, 3 ഓർബിറ്റലുകൾ. 1 2 3 4 5 6. ഇനി 3s 2 ഇലക്ട്രോൺസ്. ഇനിയോ 3p 1 2 3 4 5 6. ഇനിയോ 3d 1 2 3 4 5. 1 2 3 4 5 6 ഇലക്ട്രോൺസ്. ഓക്കെ, then 4s 2 ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി അടുത്തത് എന്താ കണ്ടെത്തേണ്ടത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ എണ്ണം തന്നെയാണ്. 2 പ്ലസ് 2 4 പ്ലസ് 6 10 12 18 24 26. ഓക്കെ, ഇനി ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? BCD ബ്ലോക്ക്. അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഡിയിലേക്കാണ്. സോ അത് ഡി ബ്ലോക്ക് ആണ്. ഓക്കെ, ഇത് ലാസ്റ്റിന്റെ മുമ്പ് പീരീഡ് അല്ലെ? ഏതാ പീരീഡ്? അവസാനത്തെ എന്നിന്റെ മാക്സിമം വാല്യൂ 4. ലാസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് പഠിക്കുക? 6 പ്ലസ് 2 6 പ്ലസ് 2 8th ഗ്രൂപ്പ്. അപ്പൊ എല്ലാം പറഞ്ഞു. ഗ്രൂപ്പും പീരീഡുമായി ബന്ധപ്പെട്ട എല്ലാം മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പാഠത്തിന്റെ 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ